ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലേൺ ടു ട്രേഡ് എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന ഓർഡർ ടൈപ്പിനെയും പറ്റി, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്താണ്, ടേക്ക് പ്രോഫിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 4 പ്രധാനപ്പെട്ട ഓർഡർ ടൈപ്പുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ഓർഡർ ടൈപ്പ് എന്നും അതിനുശേഷം ഇന്നത്തെ ഒരു സെഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സെഷനിലായിരിക്കും പ്രാക്ടിക്കലി എങ്ങനെ നമുക്ക് മെറ്റാ ട്രേഡർ 5ൽ പോയിട്ട് ഈ ഓരോ ഓർഡേഴ്സും പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയതിനു ശേഷം കൃത്യമായിട്ട് അവിടെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ആകുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യുക. നമുക്ക് നേരെ ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുക ഓർഡർ ടൈപ്പാണ്. ഓർഡർ ടൈപ്പ്, ഇതിലൊരു ഓർഡർ ടൈപ്പിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, അത് മാർക്കറ്റ് എക്സിക്യൂഷൻ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ല, മറ്റ് 4 ഓർഡർ ടൈപ്പിനെയും പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ബൈ ലിമിറ്റ് ഓർഡർ ആണ്. ബൈ ലിമിറ്റ് ഓർഡർ. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കൊന്ന് ഞാനത് മനസ്സിലാക്കി തരാം. യൂറോ USDയുടെ നിലവിലുള്ള വില, നിലവിലുള്ള വില വരുന്നത് 100 രൂപയാണ് എന്ന് കരുതുക. ഈ 100 രൂപയ്ക്ക് തന്നെ എനിക്ക് മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഷോർട്ട് സെല് ചെയ്യണമെങ്കിലോ ഏത് ഓർഡർ ടൈപ്പ് എനിക്ക് യൂസ് ചെയ്യാൻ കഴിയും? അവിടെ മാർക്കറ്റ് എക്സിക്യൂഷൻ ഉണ്ടല്ലേ. നിലവിലുള്ള വിലയ്ക്ക് തന്നെ ഒരു കറൻസി പെയർ മേടിക്കണമെങ്കിലോ വിൽക്കണമെങ്കിലോ അവിടെ മാർക്കറ്റ് എക്സിക്യൂഷൻ ഉണ്ട്. പക്ഷേ എനിക്കിവിടെ നിലവിലുള്ള വിലയ്ക്ക് വേണ്ട, നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് എനിക്ക് വേണ്ടത്. അതായത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബൈ ലിമിറ്റ് ഓർഡർ 95 രൂപയിൽ വെക്കുവാണ് എന്ന് കരുതുക. 95 റുപ്പീസിന് എൻ്റെ ബൈ ലിമിറ്റ് ഓർഡർ വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ 100ൽ നിന്ന് എപ്പോഴാണോ വില ഇടിഞ്ഞ് 95ലേക്ക് എത്തുന്നത്, ശ്രദ്ധിക്കുക, 100ൽ നിന്ന് എപ്പോഴാണോ വില ഇടിഞ്ഞ് 95ലേക്ക് എത്തുന്നത് ആ സമയത്തായിരിക്കും എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നത്. അതുവരെയും ഇതൊരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ശ്രദ്ധിക്കുക, 100 രൂപയ്ക്ക് തന്നെ എനിക്ക് മേടിക്കണമെങ്കിലോ വിൽക്കണമെങ്കിലോ എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ കഴിയും? മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന ഓർഡർ ടൈപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ എനിക്ക് നിലവിലുള്ള വിലയ്ക്ക് തന്നെ മേടിക്കേണ്ട, നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് എനിക്ക് മേടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ബൈ ലിമിറ്റ് എന്ന ഓർഡർ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100ൽ നിന്ന് എപ്പോൾ വിലയിടിഞ്ഞ് 95ലേക്ക് എത്തുന്നോ ആ സമയത്ത് മാത്രമേ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെയും ഇതൊരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നോട്ടിൽ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ഒന്ന് എഴുതി പോവുക. നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ ലിമിറ്റ് എന്ന് പറയുന്ന ഓർഡർ ടൈപ്പിനെ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാനാണ് ബൈ ലിമിറ്റ് എന്ന് പറയുന്ന ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ നമ്മൾ ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്തതിനേക്കാളും താഴെയായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഞാനും എന്ത് ചെയ്യുന്നു, എൻ്റെ SL ഇവിടെ ഒരു 93ൽ വയ്ക്കുന്നു. അതേസമയം എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ആണെങ്കിലോ, എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ഞാനൊരു 97ൽ വയ്ക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ബൈ ലിമിറ്റ് പ്രൈസിനേക്കാളും താഴെയായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ ബൈ ലിമിറ്റ് പ്രൈസിനേക്കാളും മുകളിലായിരിക്കണം നമ്മൾ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൽ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ നമ്മൾ പഠിച്ചത് ബൈ ലിമിറ്റിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, അതാണ് സെൽ ലിമിറ്റ് ഓർഡർ. ശ്രദ്ധിക്കുക, സെൽ ലിമിറ്റ് ഓർഡർ. അപ്പോൾ ഈ ഒരു സെൽ ലിമിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂറോ USD നിലവിലുള്ള വില 100 രൂപയാണ് എന്ന് കരുതുക. നിലവിലുള്ള വില 100 രൂപയാണ്. ഈ നിലവിലുള്ള വിലയ്ക്ക് തന്നെ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാർക്കറ്റ് എക്സിക്യൂഷൻ എന്നൊരു ഓർഡർ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ശ്രദ്ധിക്കുക, ഇവിടെ സെൽ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷോർട്ട് സെല്ലിംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്ക്വയർ ബോക്സിനകത്ത് മാർക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് സെല്ലിംഗ് ആണ് സെൽ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ നിലവിലുള്ള വിലയ്ക്ക് എനിക്ക് ഷോർട്ട് സെല് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാർക്കറ്റ് എക്സിക്യൂഷൻ എന്നൊരു ഓർഡർ ടൈപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് നിലവിലുള്ള വിലയ്ക്ക് വിൽക്കണ്ട, നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വില 100 രൂപയാണ്, ആ വിലയ്ക്ക് എനിക്ക് വിൽക്കണ്ട, ഷോർട്ട് സെല് ചെയ്യേണ്ട, അതിനേക്കാളും കൂടിയ വിലയ്ക്ക് ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ ലിമിറ്റ് എന്ന ഈ ഒരു ഓർഡർ ടൈപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ആരോ മാർക്കും കൂടെ ഇട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ബൈ ലിമിറ്റ് ആണെങ്കിലോ നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാനാണ് ബൈ ലിമിറ്റ്, നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് വിൽക്കാനാണ്, ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ ലിമിറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽ ലിമിറ്റിൽ നമുക്ക് എവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും പ്ലേസ് ചെയ്യാനായിട്ട് കഴിയും? ഇത് സെൽ ഓർഡർ ആയതുകൊണ്ട് തന്നെ, ഷോർട്ട് സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിമിറ്റ് പ്രൈസിൽ കൊടുത്തിരിക്കുന്ന വിലയേക്കാളും കൂടിയ വിലയായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഈ ലിമിറ്റ് പ്രൈസിൽ കൊടുത്തിരിക്കുന്ന വിലയേക്കാളും കൂടിയ വിലയായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഇതേവിടെ ഞാനിപ്പോൾ 107 രൂപയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി
ടേക്ക് പ്രോഫിറ്റ് എവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും? ഈ ലിമിറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയാണ് നമ്മൾ ടേക്ക് പ്രോഫിറ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ടേക്ക് പ്രോഫിറ്റ് ഒരു 103 രൂപയിൽ ഞാൻ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ബൈ ആണെങ്കിൽ താഴെ സ്റ്റോപ്പ് ലോസും മുകളിലായിരിക്കും ടേക്ക് പ്രോഫിറ്റ് വരുന്നത്. സെൽ ഓർഡർ ആണെങ്കിൽ മുകളിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്, താഴെയായിരിക്കും നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് വരുന്നത്. ഇനി വീണ്ടും ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ഓർഡർ ടൈപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇത് രണ്ടും ലിമിറ്റ് ഓർഡേഴ്സാണ്. ഒന്ന് ബൈ ലിമിറ്റ് ഓർഡറും മറ്റൊന്ന് സെൽ ലിമിറ്റ് ഓർഡറും. ഇനി അടുത്ത് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്തെന്നാണ്. അതിനകത്ത് തന്നെ ബൈ സ്റ്റോപ്പ് ഓർഡറും വരുന്നുണ്ട്, സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ബൈ സ്റ്റോപ്പ് ഓർഡർ എന്നും എന്താണ് സെൽ സ്റ്റോപ്പ് ഓർഡർ എന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈ സ്റ്റോപ്പ് ഓർഡറിനെ പറ്റിയിട്ടാണ്. ബൈ സ്റ്റോപ്പ് ഓർഡർ. അപ്പോൾ ഇവിടെ യൂറോ USDയുടെ നിലവിലുള്ള വില എന്ന് പറയുന്നത് 100 രൂപയാണ്. നിലവിലുള്ള വില 100 രൂപയാണ്. ഈ വിലയ്ക്ക് തന്നെ എനിക്ക് മേടിക്കാനോ വിൽക്കാനോ താല്പര്യമില്ല. ഈ വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ബൈ സ്റ്റോപ്പ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, എന്തിനാണ് നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കുന്നത്? വേറൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. അതായത് ഈ 110 എന്ന് പറയുന്ന ഈ ഒരു വില ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് 200ലേക്കോ 300ലേക്കോ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം? 110 എന്ന് പറയുന്ന വില ക്രോസ് ചെയ്യണം, എന്നാലേ ഇത് 200ലേക്കോ 300ലേക്കോ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 110 എന്ന് പറയുന്ന വിലയിൽ നമ്മുടെ ബൈ സ്റ്റോപ്പ് ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചേക്കും. എപ്പോഴാണോ ഈ 110 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്, ആ സമയത്ത് നമ്മുടെ ഓർഡർ എടുത്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെ 200ലേക്കോ 300ലേക്കോ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ അതായത് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പുൾ ബാക്ക് ട്രേഡിങ്ങിനാണ് ലിമിറ്റ് ഓർഡേഴ്സ് വേണ്ടി വരുന്നത്, ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിനാണ് സ്റ്റോപ്പ് ഓർഡേഴ്സ് വേണ്ടി വരുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇനി ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഏതൊക്കെ സമയങ്ങളിലാണ് ഈ ഓരോ ഓർഡർ ടൈപ്പും വർക്കൗട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്, ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് എനിക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാൻ കഴിയും? ഇത് ബൈ ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോപ്പിൽ കൊടുത്തിട്ടുള്ള 110 എന്ന് പറയുന്ന വിലയേക്കാളും കുറവായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ SL ഒരു 107 കൊടുക്കുന്നു. 107 എൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നു. അതിനേക്കാളും കൂടിയ വിലയിലായിരിക്കണം നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബൈ സ്റ്റോപ്പിൽ കൊടുത്തിരിക്കുന്ന വിലയേക്കാളും കുറവായിരിക്കണം സ്റ്റോപ്പ് ലോസ്, ബൈ സ്റ്റോപ്പിൽ കൊടുത്തിരിക്കുന്ന വിലയേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ 115 കൊടുക്കുന്നു. 115ൽ ഞാൻ എൻ്റെ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് സെൽ സ്റ്റോപ്പ് ഓർഡറാണ്. 4ാമത്തെ ഓർഡർ ടൈപ്പാണ് സെൽ സ്റ്റോപ്പ്. അപ്പോൾ സെൽ സ്റ്റോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെൽ സ്റ്റോപ്പിൽ വർക്കൗട്ട് ആകുന്നത്. സെൽ സ്റ്റോപ്പ് എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ യൂറോ USDയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള നിലവിലുള്ള വില എന്ന് പറയുന്നത് 100 രൂപയാണ് എന്ന് കരുതുക. 100 റുപ്പീസാണ് നിലവിലുള്ള വില. മാർക്കറ്റ് എക്സിക്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യാൻ കഴിയും. പക്ഷേ അത് വേണ്ട. നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയിൽ എനിക്ക് ഷോർട്ട് സെൽ ചെയ്യണമെങ്കിൽ എന്തുണ്ട്? അവിടെ സെൽ ലിമിറ്റ് ഓർഡർ ഉണ്ട്. പക്ഷേ നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഷോർട്ട് സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യുന്നത്. നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഷോർട്ട് സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 90 രൂപയിൽ എനിക്ക് ഷോർട്ട് സെൽ ചെയ്യണം. കണ്ടോ, ഇവിടെ സെൽ സ്റ്റോപ്പ് നിലവിലുള്ള വില ഏതാ? ഇത് ഈ കാണുന്നതാണ്. അതിനേക്കാളും കുറഞ്ഞ വിലയിലാണ് എനിക്ക് ഷോർട്ട് സെൽ ചെയ്യേണ്ടത്. ബൈ സ്റ്റോപ്പ് ആണെങ്കിലോ നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്കാണ് ബൈ ചെയ്യുന്നത്, ലോങ് പൊസിഷൻ എടുക്കുന്നത്. നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കണമെങ്കിൽ ബൈ സ്റ്റോപ്പും, നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഷോർട്ട് സെൽ ചെയ്യണമെങ്കിൽ അവിടെ സെൽ സ്റ്റോപ്പ് ഓർഡറുമാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇനി ഇതിലെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും? ഇത് സെൽ ഓർഡറാണ്, അതായത് നമ്മുടെ ഷോർട്ട് സെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കൂടിയ വിലയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെൽ സ്റ്റോപ്പിൽ കൊടുത്ത വിലയേക്കാളും കൂടിയ വിലയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ SL ആയിട്ട് അഥവാ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഞാനൊരു 95 രൂപ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ സെൽ സ്റ്റോപ്പിൽ കൊടുത്തിട്ടുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയായിരിക്കണം നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ശ്രദ്ധിച്ചതിൻ്റെ കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക. അപ്പോൾ ഇതിനേക്കാളും സെൽ സ്റ്റോപ്പിൽ കൊടുത്തിരിക്കുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയാണ് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് തരാം. അതായത് ഈ ആരോ മാർക്കും കൂടെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ബൈ ലിമിറ്റ് ആണെങ്കിൽ ഇപ്പോഴുള്ള വില 100 രൂപയാണ്. അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ മേടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബൈ ലിമിറ്റ് ആണെങ്കിൽ നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്ന ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ 100ൽ നിന്ന് വില ഇടിഞ്ഞ് 95ലേക്ക് എത്തുന്നത് ആ സമയത്ത് മാത്രമേ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ഇനി സെൽ ലിമിറ്റ് ഓർഡർ ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റാണ്. നിലവിലുള്ള വില 100 രൂപയാണ്.
നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സെൽ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൽ ലിമിറ്റ് ഞാൻ 105 പ്ലേസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിലവിലിപ്പോൾ ഉള്ള വില എത്രയാണ്? 100. ആ 100ൽ നിന്ന് വില കൂടി എപ്പോഴാണോ 105 എത്തുന്നത് ആ സമയത്ത് മാത്രമേ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെ ഇതൊരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഈ ബൈ സ്റ്റോപ്പ് ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിലോ നിലവിലുള്ള വിലയേക്കാൾ ഇപ്പം നിലവിലിവിടെ 100 രൂപയാണുള്ളത്, അതിനേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള വില ഇപ്പോൾ 100 പക്ഷേ എനിക്ക് വേണ്ടത് 110 രൂപയ്ക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ബൈ സ്റ്റോപ്പ് ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുന്നു. എപ്പോഴാണോ 100ൽ നിന്ന് വില കൂടി 110 എത്തുന്നത് ആ സമയത്ത് മാത്രമേ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെ ഇതൊരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇനി സെൽ സ്റ്റോപ്പ് ഓർഡറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ ഇവിടെ നിലവിലുള്ള വില എന്ന് പറയുന്നത് 100 രൂപയാണ്. നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഷോർട്ട് സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ 100 രൂപയാണ് ഇവിടെ ഉള്ളത്, പക്ഷേ എനിക്ക് ഷോർട്ട് സെൽ ചെയ്യേണ്ടത് 90 രൂപയിലാണ് എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, 90 രൂപയിൽ ഞാൻ എൻ്റെ സെൽ സ്റ്റോപ്പ് ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുന്നു. എപ്പോഴാണോ 100ൽ നിന്ന് വില ഇടിഞ്ഞ് 90 എത്തുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നതാണ്. അതുവരെ ഇതൊരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നിലവിലുള്ള വിലയേക്കാളും താഴെ കുറഞ്ഞ വിലയിൽ ഷോർട്ട് സെൽ ചെയ്യുന്നു? അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാണ്. അതായത് നേരത്തെ ഞാൻ ബൈ സ്റ്റോപ്പിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് സെൽ സ്റ്റോപ്പിൻ്റെ കേസിലും. അതായത് 90 എന്ന് പറയുന്ന ആ വില താഴേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 50 30 പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 90 രൂപ എന്ന് പറയുന്ന വിലയിൽ ഒരു സെൽ സ്റ്റോപ്പ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടേക്കും. എപ്പോഴാണോ അത് ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നത് ആ സമയത്ത് നമ്മുടെ ഓർഡർ എടുത്തുകൊണ്ടായിരിക്കും ഇത് ചിലപ്പോൾ 50 30 പോകുന്നത്. അങ്ങനെ ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയിൽ സെൽ സ്റ്റോപ്പ് ഓർഡർ പ്ലേസ് ചെയ്തിടുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ, ഏത് സമയത്താണ് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് മാർക്കറ്റ് എക്സിക്യൂഷൻ യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി ടെക്നിക്കൽ അനാലിസിസിൽ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ഈ പഠിച്ച 4 ഓർഡർ ടൈപ്പും അതുപോലെ തന്നെ മാർക്കറ്റ് എക്സിക്യൂഷനും സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ആ മെറ്റാ ട്രേഡർ 5 എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിന് മുഴുവനായിട്ട് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം, എങ്ങനെ കറൻസി പെയർ മേടിക്കാം വിൽക്കാം, ഇതെല്ലാം പ്രാക്ടിക്കലി തന്നെ നമുക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ തിയറി ആയിരുന്നു, ഇതിനുശേഷം ഇനി നമ്മളങ്ങോട്ട് പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ആ മെറ്റാ ട്രേഡർ 5 എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെക്കുക. ഓരോ ഓർഡർ ടൈപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ടിൽ എഴുതി തന്നെ വെക്കുക. കാരണം ഇനി വരുന്ന സെഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ആ സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ആകുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക. കൂടാതെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈമായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.